ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഈ കാര്യത്തിന് മുഴുവനും ഒരു വാപ്പയായിരുന്നു സയ്യിദ് മുഹമ്മദ് ശിഹാബ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചരിത്രം കണ്ടതിൽ അതിനേക്കാൾ വലിയൊരു മഹാനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്ര വലിയ ഒരാളായിരുന്നു. ഇത്ര ഒരു സ്നേഹിയും ഇത്ര വലിയൊരു ചെറുപ്പക്കാരായ ഞങ്ങളോടൊക്കെ ഇത്ര ഒരു സഹകാരിയും ആയ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മപ്പെട്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ ബഹുമാനപ്പെട്ട തങ്ങളാപ്പയാണ്. അവർ നമ്മളോടൊപ്പമില്ല. ഞാൻ ഈ പരിപാടി ഇങ്ങനെ ഒരു വിഷയം, അഹ്ലുൽ ബൈത്തിന്റെ ഫളാഇൽ എന്ന ഒരു വിഷയം ഉദ്ദേശിച്ചിരുന്നു. അതെല്ലാ കൊല്ലവും ആഗ്രഹിച്ചിരുന്നു. തങ്ങളാപ്പയോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിന് പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. ഈ കൊല്ലം സയ്യിദുമാർ വഴികാട്ടികൾ എന്ന ഒരു വിഷയം നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നു. കേരളത്തിലുള്ള സയ്യിദുമാരെ ഒറ്റക്കൊല്ലം കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അല്പാൽപമായി അത് അവതരിപ്പിച്ച് കാണിക്കണമെന്ന് താല്പര്യപ്പെട്ട് ഒന്നാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്ന നിലയിൽ ശിഹാബുദ്ദീൻ ഖബീല അഥവാ പാണക്കാട് കുടുംബം, ആ കുടുംബത്തെ കുറിച്ചൊരു ചർച്ച നടത്തണം. ഇതുകൊണ്ട് കൊല്ലം ഉദ്ഘാടനം ചെയ്യണം. പിന്നെ ജഫ്രി, അങ്ങനെ പിന്നെ ബുഖാരി കുടുംബം, ഇങ്ങനെ ഓരോ കുടുംബങ്ങളെക്കുറിച്ച് ഓരോ വർഷം അഹ്ലുൽ ബൈത്തിനെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ നോട്ടീസുകൾ, പോസ്റ്റുകളിലൊക്കെ അങ്ങനത്തെ ഒരു രൂപം വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത് ഈ കൊല്ലം ഉദ്ദേശിച്ച പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പറയാനാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു അലംഘനീയമായ നിയമം. വിഷയമെല്ലാം തീരുമാനിച്ചു. കാര്യത്തിൻ്റെ പ്രവർത്തനവുമായി നമ്മൾ ഏർപ്പെട്ടപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കരളിൻ്റെ കനിയായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിട്ടുപിരിഞ്ഞു. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതുകൊണ്ട് ആ വിഷയം പറയുക എന്നത് ഒരു നിലക്കൊരു ഒരു ചരിത്രത്തിൻ്റെ അനിവാര്യതയും അത്യാവശ്യവുമായി. ആ വിഷയത്തിൽ ഞാൻ പ്രവേശിച്ചു നോക്കിയപ്പോഴും അതൊരു കൊല്ലം വിഷയമാകാൻ മാത്രം വിപുലമായി കിടക്കുന്നതായി കണ്ടു. പലപ്പോഴും കാര്യം അഹ്ലുൽ ബൈത്ത് ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് തോന്നിയിരുന്നെങ്കിലും ഇത്രമേൽ അത് വിപുലമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കൂട്ടത്തിൽ പറയട്ടെ, ഈ വിഷയത്തിൽ കാര്യഗൗരവമായ പഠനങ്ങൾ മലബാറിൽ നടന്നിട്ടുമില്ല. ഇതിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള മലയാള പുസ്തകങ്ങൾ ഏകദേശമൊക്കെ ഞാൻ പരിശോധിച്ചു. അടുത്തയിടെയായി ചില പുസ്തകങ്ങൾ മാത്രം ചില വ്യത്യാസങ്ങൾ കണ്ടു എന്നല്ലാതെ, ആ വിഷയത്തിൽ പ്രഥമമായ ചില കാൽവെപ്പുകൾ നടത്തി എന്നല്ലാതെ, അഹ്ലുൽ ബൈത്തിന്റെ സിൽസിലയെ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അഹ്ലുൽ ബൈത്തിന്റെ മനാഖിബിനെ കുറിച്ച് പറയുകയാണെങ്കിലോ അത് വളരെ വിപുലമായ ഒരു സംഗതിയാണ്. അവരുടെ ഫളായിൽ പറയുകയാണെങ്കിൽ എല്ലാവരും അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ് അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് എന്ന് പറയും. ഞാൻ ആ വിഷയം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, 1, 2, 10, 20 ഒന്നും ആയത്തല്ല, ആയത്തിന്റെ ബൗൽ. ഒരുപാട് ആയത്തുകളിൽ ഇഷാറാത്തുകൾ നൽകിയിട്ടുണ്ട്. അത് പറയണമെന്ന് വിപുലമായി അതേക്കുറിച്ച് പഠിച്ചിട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ വന്നു നോക്കുമ്പോൾ, സിൽസിലയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതിനേക്കാൾ വിപുലമാണ് കാര്യം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മത്തെ രണ്ടാക്കുകയാണ്. ഇക്കൊല്ലം അഹ്ലുൽ ബൈത്തിന് ഒരു തബറുക്കിന് വേണ്ടി 1-2 ഫളലുകൾ പറയും. 1-2 ആയത്തുകളോടും ഒരല്പഭാഗം വിഷയത്തിലേക്ക് കിടക്കുന്ന ഒരു 4 മണിക്കൂർ തന്നെയെങ്കിലും പ്രസംഗിക്കാൻ എനിക്ക് വേണമെന്ന് നേരത്തെ തന്നെ സംഘാടകരോട് പറഞ്ഞിരുന്നു. ഉദ്ഘാടനം എന്ന നിലയിൽ അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി ഈ വിഷയം നമ്മൾ മുഹമ്മദ് നബി മുതൽ മുഹമ്മദ് ശിഹാബ് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ശിഹാബ് തങ്ങൾ വരെ റഹ്മത്തുള്ളാഹി അലൈഹി, ആ വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അഹ്ലുൽ ബൈത്തിന്റെ മനാഖിബ് 1-2 പറയും. പക്ഷെ ഇത് വിപുലമായ ഒരു പരിപാടി നടത്തേണ്ടതോ 1-2 ദിവസം അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിൽ പഠിച്ചു നോക്കുമ്പോൾ വളരെ ഗഹനമാണ് ആ വിഷയം. അതുകൊണ്ട് ആ പഠനത്തിന്റെ തപസ്സുകളൊക്കെ സത്യത്തിൽ 1-2 മാസത്തിൽ അതിൻ്റെ മുന്നിൽ ഞാൻ കെട്ടിത്തിരിഞ്ഞിട്ടുണ്ട്.
അതൊക്കെ ഞാൻ തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് ആ വഴി മാത്രം തൽക്കാലം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുതന്നെ വളരെ വിപുലമായ പ്രധാനപ്പെട്ടതാണ്. ഇത് മലയാളത്തിൽ വലിയ ഒരു റിസർച്ചിന് വഴിയൊരുക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ വലിയ ഒരു സംഗതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു വരും കൊല്ലങ്ങളിൽ അതിൻ്റെ ബാക്കി പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിലൂടെ കാര്യങ്ങൾ ഗൗരവമായി എല്ലാവരും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് മൊബൈൽ ഒന്നും വേണ്ട, എല്ലാവരും എല്ലാം ഓഫ് ചെയ്ത് ഇതിൻ്റെ ഗൗരവം അങ്ങോട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുത്വഹിറക്കും തത്വഹീറാ. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ വചനം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്. എല്ലാ വൃത്തികേടുകളെയും അഹ്ലുൽ ബൈത്ത് നിങ്ങളിൽ നിന്ന് നീക്കാൻ അല്ലാഹു തആല കാര്യമായി ഉദ്ദേശിക്കും. എല്ലാ വൃത്തികേടുകളും നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല നീക്കിത്തരാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു വൃത്തികേടും ഉണ്ടാവുകയില്ല. ശാരീരികമായും മാനസികമായും പരമ്പരാപരമായും മറ്റേത് കാര്യത്തിലും അവരുടെ ഔന്നത്യം, അവരുടെ മീസത്ത് പിന്നീട് ബോധ്യപ്പെടും. അതിലേക്കുള്ള ഒരു വെളിച്ചമാണ്. വയുതഹിറകും തത്വഹീറാ. ഏറ്റവും വലിയ ഒരു ശുദ്ധീകരണം നിങ്ങളെ നടത്താനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ വചനം. സൂറത്തുൽ ശൂറ 23-ാമത്തെ വചനം. ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ വമൻ യഖ്തരിഫ് ഹസന നസിദ് ലഹു ഹുസ്ന ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. നബിയെ തങ്ങൾ പറയുക, ലാ അസ്അലുകും അലൈഹി അജ്റൻ. ഞാൻ നിങ്ങൾക്ക് ഈ പ്രബോധനം നടത്തി തരുന്നതിന് നിങ്ങൾ എനിക്കൊരു കൂലിയും തരേണ്ട ജനങ്ങളെ. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് മാത്രം. സൂറത്തുൽ ശൂറ 23-ാമത്തെ വചനം. വല്ലാത്തൊരു വാക്കാണത്. നമുക്കൊക്കെ അള്ളാഹിന്റെ ദീൻ ലഭിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കക്കാരൻ നല്ലപോലെ ശ്രദ്ധിക്കുക, മൈക്ക് എന്റെ ഫോമിലേക്ക് വന്നിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തന്നെ പറയാ പുണ്യ നബിയോട്, ഈ ചെയ്യുന്നതിന് നിങ്ങളോട് ഞാനൊരു കൂലിയും ചോദിക്കുന്നേയില്ല. നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരണ്ട. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു തരാം. ഒന്നും നിങ്ങൾ തരണ്ട, ഒന്നുമില്ല. എന്ത് മതി? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് മാത്രം. അഥവാ ഈ കുടുംബത്തോടുള്ള സ്നേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ശുക്രാകുന്നു. ഇവിടെ വലിയൊരു രസമുണ്ട്. ഈ ആയത്തിന്റെ അവസാനം കാണുന്നത് അള്ളാഹ്ക്ക് 2 വിശേഷണം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. അള്ളാഹു ഏറ്റവും പുറത്തു തരുന്നവനും ഏറ്റവും നന്ദിയുള്ളവനുമാണ്. 2 പോയിന്റാണ് അവർ പറഞ്ഞത്. 1, നിങ്ങൾ ഇവരെ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. 2, നിങ്ങൾ നന്ദി ചെയ്യണം, കാരണം നിങ്ങൾ റബ്ബ് ഏറ്റവും നന്ദിയുള്ളവനാണ്. ഭയങ്കര പോയിന്റാ. എവിടെയും അള്ളാഹു അവനെ പറ്റി ഒരു ഗുണം പറയുകയാണെങ്കിൽ അവിടെ ആ ഗൗരവമുള്ള ആ ഒരു സിഫത്താണ് അവിടെ ഉൾപ്പെടുത്തുക. ഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. നോക്കി കണ്ടില്ല അവിടെ ഓരോ പോയിന്റിൽ ഫഅലുൽ ലിമാ യുരീദ്. തോന്നിയതൊക്കെ ചെയ്യാൻ കഴിയുന്നവൻ. എന്തുകൊണ്ട് തോന്നിയതൊക്കെ ചെയ്യാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞു അവിടെ വിശേഷണം. എന്തുകൊണ്ട് പിന്നെ പറഞ്ഞ എന്താ? ഫറോവയെയും അവന്റെ പടയാളികളെയും എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ കണ്ടതല്ലേ? പ്രശ്നം നമ്മളെ കാക്കട്ടെ. എവിടെയും അല്ലാഹു തആല അവനെ പറ്റിയൊരു വിശേഷം പറഞ്ഞാൽ ഇവിടെ ഫിറ്റ് ആയിരിക്കും. ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പുണ്യനബിയോട് നിങ്ങൾ കാണിക്കേണ്ട നന്ദി പുണ്യനബിയുടെ കുടുംബത്തെ സ്നേഹിക്കലാകുന്നു. അത് നന്ദിയാണ്. ഇനി നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു ഏറ്റവും നന്ദിയുള്ളവനാണ്. കാരണം അള്ളാഹു നിയമമാക്കി ഒരാൾ നിസ്കാരം സഹിയാവണമെങ്കിൽ ഈ കുടുംബത്തിന്റെ മേൽ സ്വലത്ത് ചെയ്യണം, അതിനുവേണ്ടി ഇരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ
മുഹമ്മദിൻ ഇവരെ മേലെ സ്വലാത്ത് ചെല്ലാൻ നിസ്കാരം പൂർത്തിയാവുള്ളൂ. എന്താണ് ചിന്തിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ദുആ നിലകൊള്ളും. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ആ ദുആ ഉയർത്തപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ തുസല്ലി അലാ നബിയിക് വഅലാ ആലി നബിയിക്, പുണ്യനബിക്കും പുണ്യനബിയുടെ കുടുംബത്തിനും സ്വലാത്ത് ചെല്ലുന്നത് വരെ. അപ്പൊ ആരായിരിക്കും അവര്? പഠിച്ചവൻ പറഞ്ഞാൽ തീരില്ല. ഞാൻ അവിടെ നിന്ന് പോവാണ്. അതിൻ്റെ ഒരു ലയത്തിൽ ഞാനങ്ങോട്ട് പെട്ടുപോയാൽ പിന്നെ ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കുഴങ്ങിപ്പോവും. അല്ലാഹു തആല അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം നമുക്ക് പെടുത്തട്ടെ. അള്ളാഹു അഹ്ലു ബൈത്തിന്റെ സ്നേഹി എന്ന പേരിൽ നമ്മൾക്കൊരു പേര് അള്ളാഹു ജനങ്ങൾക്കിടയിൽ അറിയിച്ചേരട്ടെ. അള്ളാഹു ആ പേര് നമുക്കൊക്കെ തരട്ടെ. അവരെ നമ്മൾ വിട്ടുപോകുന്നതിനെ തൊട്ടും അവർ നമ്മെ ഒഴിവാക്കുന്നതിനെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാണെങ്കിലും കുഴങ്ങും. അവരെ നമ്മൾ വിട്ടുപോകുന്നതിനെ തൊട്ടും അവർ നമ്മെ ഒഴിവാക്കുന്നതിനെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരെ നമ്മൾ വിട്ടുപോകുന്നതിനെ തൊട്ടും അവർ നമ്മെ ഒഴിവാക്കുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുണ്യനബി പറഞ്ഞു, എന്റെ കൗസറിന്റെ അരികിൽ എന്റെ അഹ്ലു ബൈത്ത് വരും. വമൻ അഹബ്ബഹും, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരും വരും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. കാതൈനി സബ്ബാബതൈൻ, ഈ രണ്ട് വിരലുകൾ പോലെ വരും എന്ന് ഹബീബായ നബി. ഈ രണ്ട് വിരൽ വരും പോലെ വരും. ഈ രണ്ട് വിരൽ വരും പോലെ ഇങ്ങനെയാണ് എന്റെ അഹ്ലു ബൈത്തും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരും എന്റെ കൗസർ കുടിക്കാൻ വരിക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. النبي سعيد الخدري قال قال النبي صلى الله عليه وسلم إن لله ثلاث حرمات فمن حفظهن حفظ الله دينه ودنياه ومن لم يحافظهن لم يحفظ الله دينه ودنياه. ഒരാൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ അവന്റെ ദുനിയാവും അല്ലാഹു നന്നാക്കും, ആഖിറവും നന്നാക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു. ഖുൽതു അബൂ സഈദ് പറയുന്നു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, നബി ഏതാണ് ആ മൂന്ന് കാര്യം? ഫഖാല, അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, ഒന്ന് ഹുർമത്തുൽ ഇസ്ലാം, ഒന്ന് ഇസ്ലാമിന്റെ മഹത്വം സൂക്ഷിക്കണം. മൂന്ന് മഹത്വം സൂക്ഷിച്ചാൽ ദീനും നന്നാവും ദുനിയാവും നന്നാവും. ഒന്ന് ഇസ്ലാമിന്റെ മഹത്വം, ഹുർമത്തി, പിന്നെ എന്റെ മഹത്വം. അദബ് കെട്ട ഒരു വാക്കിനെ പറ്റി പറയാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുണ്യനബി സാധാരണ മനുഷ്യനോടൊക്കെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതിന് മറുപടി പറയാന്നത് പോലും അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം, അതിനൊന്നും മറുപടി പോലും പറയേണ്ടെന്നാണ്. കാരണം മുസ്ലിം സമുദായം നാളിതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനോ എന്ന് തർക്കിച്ചതാണ്. അത്ര വലിയൊരു തെറ്റുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ വഴിവിട്ട യാത്രയുടെ തുടക്കവുമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ടാവും. ദജ്ജാൽ ഓരോ ഗ്രാമത്തിലും ഉണ്ടാവും. വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ചെറിയ ദജ്ജാലുമാർ, അല്ലാഹു കാക്കട്ടെ. ആ ദജ്ജാലുമാരുടെ മുഴുവനും മുതുക് ഹബീബാ നബി സാധാരണ മനുഷ്യനോ എന്ന് തർക്കിച്ചവരുടെ മുതുകാണ്, അതിനുവേണ്ടി വാദിച്ചവരുടെ മുതുകാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ ആ വാക്ക് പറയുന്നത് തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. മൂന്ന് ബഹുമാനങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് ഇസ്ലാമിന്റെ ബഹുമാനം, മൂന്ന് ഹുർമത്തുകൾ, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരാൾ സൂക്ഷിക്കണം. എന്നാൽ ദുനിയാവ് നന്നാവും ആഖിറം നന്നാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ഹുർമത്തുൽ ഇസ്ലാം, രണ്ട് ഹുർമത്തി എന്റെ മഹത്വം, മൂന്ന് ഹുർമത്തു അഹ്ലി ബൈത്തി എന്റെ അഹ്ലു ബൈത്തിന്റെ മഹത്വം. ഈ മൂന്ന് മഹത്വം ഒരാൾ സൂക്ഷിച്ചാൽ യഹ്ഫളില്ലാഹു ദീനഹു ദുനിയാ, അള്ളാഹു അവന്റെ ദീനും ദുനിയാവും സംരക്ഷിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലോകത്ത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തർക്കമില്ലാത്ത വിഷയമാണ് അഹ്ലു ബൈത്ത് ഇന്നും നിലനിൽക്കുന്നു, തർക്കമില്ല. ഏതോ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് നേരിയ അഭിപ്രായക്കേട് കൊണ്ടുവന്നവർ പോലും പിന്നീട് അതിനെ ഭംഗ്യന്തരേണ ഒഴിവാക്കി എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേക്കുറിച്ച് അങ്ങനെ ഒരു ഗൗരവമായ ഒരു ചർച്ച ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. ഒരു ചർച്ച ഇല്ല, ഒരു വാഗ്വാദം ഈ വിഷയത്തിലില്ല. പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ഇന്ന് ലോകത്ത് മുമ്പ് എന്നോ പറഞ്ഞ ഒരു അഭിപ്രായക്കേട് ഇങ്ങനെ ആരോ പറഞ്ഞ് ആളില്ലാതെ നിലനിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഇപ്പോൾ ഒരു പിതാവ് പോലും ഇല്ലാത്ത വിധത്തിൽ ആ അഭിപ്രായക്കേട് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് ലോകത്ത് നിന്ന് തന്നെ. അതും അവരുടെ ഒരു കറാമത്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ആരാണ് ഈ അഹ്ലുൽ ബൈത്ത്?
സൂറത്തുൽ അഹ്സാബിൽ 33-ാമത്തെ വചനമിറങ്ങിയത് നബി സഈദ് അൽ ഖുദ്രി ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്ജമുൽ കബീറിൽ കാണാം, ഇമാം ബൈഹഖി ദലായിലിൽ രേഖപ്പെടുത്തിയതായി കാണാം, അബൂ ദാവൂദ് തങ്ങൾ തന്റെ സുനൻ രേഖപ്പെടുത്തിയതായി കാണാം, ഇമാം തുർമദി തന്റെ സുനൻ രേഖപ്പെടുത്തിയതായി കാണാം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. ഈ ആയത്ത് നസലത്ത് ഹാദിഹിൽ ആയ ഫി അലിയിൻ വഹസനിൻ വഹുസൈനിൻ വഫാത്തിമത. ഈ ആയത്ത് 5 ആളിലാണ് ഇറങ്ങിയത്. ഹബീബ റസൂലുള്ളാഹ് ഫിയ 1 എന്നിൽ, രണ്ടാമത് ഫി അലിയിൻ അലിയിൽ, 3 ഹസനിൻ ഹസനിൽ, 4 ഹുസൈനിൻ ഹുസൈനിൽ, ഫാത്തിമത്ത ഫാത്തിമ ബീവിയിൽ. 5 ആളുകൾക്കാണ് വേണ്ടിയാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്വാജും ഉൾപ്പെടുമെന്ന് മറ്റൊരു റിവായത്തിലും കാണുന്നുണ്ട്. 1 പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, 3 ഹസൻ, 4 ഹുസൈൻ, 5 ഫാത്തിമ. ഈ 5 ആളുകളുടെ കാര്യത്തിലാണ്. ഇതാണ് അഹ്ലു ബൈത്ത് എന്ന് ഹബീബായ നബി സുനനെ ഈ മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായക്കേടില്ലാത്ത വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക് ഖാല ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യമറു ബിബാബി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുവാതിലിന്റെ അരികിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമറു ലിസ്വലാത്തിൽ ഫജ്രി 6 അശ്ഹുരിൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുവാതിലിന്റെ അരികിലൂടെ 6 മാസം നടന്നു പോയിരുന്നു. സുബഹി നിസ്കരിക്കാൻ അതുവഴിയാണ് റസൂലുള്ളാഹി പോവുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു, എന്നിട്ട് പറയും, ശ്രദ്ധിക്കണേ, സുബഹി നിസ്കരിക്കാൻ അതുവഴി റസൂലുള്ളാഹി പോകും. അതായത് ഫാത്തിമ ബീവിയും അലിയും ഹസനും ഹുസൈനും താമസിക്കുന്ന വീട്ടിന്റെ അരികിലൂടെ റസൂലുള്ളാഹി അങ്ങനെ പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്നിട്ട് പറയും, എൻ്റെ അസ്സലാ യാ അഹ്ലൽ ബൈത്ത്, അസ്സലാ യാ അഹ്ലൽ ബൈത്ത്, അസ്സലാ യാ അഹ്ലൽ ബൈത്ത്. ഇത് അനവധി രേഖകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 1, 2, 10 ഒന്നുമല്ല ഈ രേഖ. ഇത് റാസിയിലുണ്ട്, ഇത് ഇബ്നു കസീറിലുണ്ട്, ഇത് കശാഫിലുണ്ട്, ഇത് ഖുർത്തുബിയിലുണ്ട്, ഇത് റൂഹുൽ മആനിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട്. ഏകദേശം എല്ലാ തഫാസീറുകളും ഈ വ്യാഖ്യാനം ഈ ആയത്തിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അസ്സലാ യാ അഹ്ലൽ ബൈത്ത്, അസ്സലാ യാ അഹ്ലൽ ബൈത്ത്, നിസ്കരിക്കാനായി അഹ്ലുബൈത്തെ നിസ്കരിക്കാനായിട്ടുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും ആ കുടുംബത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയും സുബഹി നേരത്ത് റസൂലുള്ളാഹി അവരെ തട്ടി വിളിക്കുമായിരുന്നു, അസ്സലാ യാ അഹ്ലൽ ബൈത്ത്. ഇനി പുതിയ ഒരാളുടെ ഒരു യാഥാസ്ഥ കിട്ടേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. ഇഷ്ടംപോലെ തെളിവുകൾ കാണാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പിൻവാങ്ങുകയാണ്. അതെന്റെ ചർച്ചയായി കാര്യഗൗരവത്തിൽ ഞാനൊരു വിഷയമായി എടുക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയമായി എടുക്കണമെന്നുള്ളവർക്ക് എപ്പോഴും സമീപിക്കാവുന്നതാണ്. ഇതിലൊക്കെ ഇപ്പോൾ പകലാണെന്നത് പോലെ 100 കണക്കിന് തെളിവ് ഈ വിനീതമായ ജീവിതത്തിനിടയിൽ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സമയമല്ല ഈ സമയം എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇനി നമുക്ക് ആ കുടുംബത്തിലെ പ്രധാനികളായ 2 മക്കളെ കുറിച്ച് പറയാം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി, ഹസൻ, അലി റളിയല്ലാഹു അൻഹു ദമ്പതികൾക്ക് ആൺമക്കൾ തന്നെ 3 ആളുണ്ടായിട്ടുണ്ട്. 1 ഹസൻ, 1 ഹുസൈൻ, 1 മുഹ്സിൻ. പക്ഷെ മുഹ്സിൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. കുടുംബ പരമ്പര നിലനിന്നിട്ടുള്ളത് ഹസൻ ഹുസൈൻ വഴിയാണ്. ഒരു മുഹ്സിൻ എന്ന ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ വഫാത്തായി പോയി. ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ാം വർഷം റമളാൻ 15-നാണ് ജനിച്ചിട്ടുള്ളത്. ഹിജ്റ 3-ാം ആണ്ട് റമളാനിൽ 15-ന്റെ അന്ന് ജനിച്ചു മഹാനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു. ഹർബ് എന്ന പേരിടായിരുന്നു അലി ബിൻ അബീ ത്വാലിബിന് താല്പര്യം. ഹർബ്, യുദ്ധം. കാരണം ഹസൻ റളിയല്ലാഹു അൻഹു വലിയ യോദ്ധാവായിരുന്നു. ആ ഒരു പ്രതീകമായി കുട്ടിക്ക് ഹർബ് എന്ന് പേരിടാൻ ഹബീബ സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് കൊതിച്ചു. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുക്കലെത്തിയപ്പോൾ റസൂലുള്ള പേരിട്ടതാണ് ഹസൻ എന്ന് പേരിട്ടു. പിന്നെ പറ്റിയില്ല, റസൂലുള്ളാഹിന്റെ പേരായി. റസൂലുള്ള കൊടുത്ത പേരാണ് ഹസൻ. ഹർബ് ഒഴിവായി. ഇത് 2-ാമത്തെ സംഭവത്തിലും പറയുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹുസൈനെയും
ഹർബ് എന്ന പേര് രണ്ടാമത്തെ കുട്ടിക്കെങ്കിലും ഇടണമെന്നുള്ള താല്പര്യം വീണ്ടും അലി ഇബ്നു അബീ ത്വാലിബിനുണ്ട് ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. ആ കുട്ടി റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയപ്പോൾ ആ കുട്ടിക്ക് റസൂലുള്ളാഹി ഹുസൈൻ എന്ന് പേരിട്ടു. മൂന്നാമത്തെ കുട്ടിക്ക് മുഹ്സിൻ എന്ന് മുസ്തഫ നബി പേരിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിച്ച ഉടനെ മുസ്തഫ നബി ദുആ ചെയ്തു. ഹന്നത്ത് ബീവി ദുആ ചെയ്ത പോലെ ഹന്നത്ത് ബീവിയുടെ ദുആ സ്വീകരിച്ചു എന്ന് ഖുർആനിലുണ്ടല്ലോ. ഹന്നത്ത് ബീവിയേക്കാൾ എത്ര ഏറ്റവും മഹാനല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹന്നത്ത് ബീവി മറിയം ബീവിയെ പ്രസവിച്ച ഉടനെ ദുആയിരുന്നു. എന്താ ദുആ? ഞാൻ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താനങ്ങളെയും ശൈത്താനെ തൊട്ട് അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇതേ ദുആ ഹസന്റെയും ഹുസൈന്റെയും ജനനത്തിനുടനെ മുസ്തഫ നബി ദുആ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ദുആ: ഇന്നി ഉഈദു അല്ലാഹുമ്മ ഇന്നി ഉഈദുഹു ബിക വദുരിയതഹു മിനശ് ശൈത്വാനിർ റജീം. എന്റെ ഈ കുട്ടിയിലും ഈ കുട്ടിയുടെ പരമ്പരകൾ ഖിയാമത്ത് നാളെ വരെ ശൈത്താൻ ഇവരെ മേൽ അധികാരം നേടുന്നതിനെ തൊട്ട് നീ കാക്കണമേ പടച്ചോനെ. ആര് ദുആ ചെയ്തു? ഹന്നത്ത് ബീവി ദുആ ചെയ്തു എന്ന് ഖുർആനിലുണ്ട് മറിയം ബീവിക്ക് വേണ്ടി. എങ്കിൽ ഹന്നത്ത് ബീവിയേക്കാൾ എത്ര മഹാൻ സയ്യിദുനാ മുഹമ്മദ്. وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم على حبيبك خير الخلق كلهم. മിഅ്റാജിന്റെ രാത്രിയിൽ സയ്യിദുനാ ഇബ്രാഹിം എല്ലാ പ്രവാചകന്മാരും പുണ്യനബിയെ മുണ്ടിച്ചു. എല്ലാവരും റസൂലുള്ളാഹിനെ മുന്നിൽ നിർത്തി നിസ്കരിക്കാൻ റസൂലുള്ളാഹിനെ ഇമാമാക്കി. മിഅ്റാജിന്റെ രാത്രി നിസ്കാരം കഴിഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കാരം കഴിഞ്ഞപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം എണീറ്റ് പറഞ്ഞു, ഹാദാ അഫ്ളലുൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാനിദാൻ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ദുആ അത് എത്രമേൽ ഫലിച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹു ബിക വദുരിയതഹു മിനശ് ശൈത്വാനിർ റജീം. പ്രസവിച്ച ഉടനെ ഹസൻ റളിയല്ലാഹു അൻഹുമാക്ക് വേണ്ടിയും അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയും മുസ്തഫ നബി ഈ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ, ഈ രണ്ട് സന്താന പരമ്പരയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അവരെ കൂടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹസൻ റളിയല്ലാഹുവിന് ഒരുപാട് സ്ഥാനപ്പേരുണ്ടായിരുന്നു. സഖിയ്, തഖിയ്, പരിശുദ്ധൻ, ഭക്തൻ, ഇതൊക്കെ ജനങ്ങൾ കൊടുത്ത പേരാ. എന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അസ്സയ്യിദ് എന്നായിരുന്നു. ഇത് പിന്നെ അഹ്ലു ബൈത്തിൽ മുഴുവനും പുലർത്തി കാണുന്നുണ്ട്. അസ്സയ്യിദ് 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 അസ്സയ്യിദ്. ഇതിവിടെ അന്ത്യനാൾ വരെ അസ്സയ്യിദ് അസ്സയ്യിദ് എന്നവരെ വിളിക്കും. സയ്യിദ് എന്നാണ്. ഹസൻ റളിയല്ലാഹു ജനങ്ങൾ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. അത്തഖിയ്, അന്നഖിയ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അസ്സഖിയ്, ഒരുപാട് പേരുണ്ട്. സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് സയ്യിദ് എന്നായിരുന്നു. വലിയ ആബിദായിരുന്നു സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. മക്കയിൽ മദീനയിൽ നടന്നു പോയി 15 ഹജ്ജ് ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 97 വഫാത്ത്. ഇവരുടെ പരമ്പര നിലനിന്നിട്ടുണ്ട്. ആ പരമ്പരയ്ക്ക് ഹസനി കബീല എന്ന് പറയുന്നു. എന്നാൽ കേരളത്തിൽ ഹസനി കബീല ഇല്ലെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. കേരളത്തിലെ അഹ്ലു ബൈത്ത് മുഴുവനും ഹുസൈനി കബീലയാണെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലുള്ള തങ്ങന്മാരെ കബീല മുഴുവനും ഹസനി കബീലയല്ല, ഹുസൈനി കബീല തന്നെയാണ് എന്നാണ് പ്രധാനപ്പെട്ടത് എന്ന അഭിപ്രായം എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഹുസൈനി കബീലക്ക് വേറെയും ചില പ്രത്യേകതകൾ ഉണ്ട്, അത് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ടവരെ, തന്റെ ജഅദ ബിൻത് അശ്അത്ത് എന്ന തന്റെ ഭാര്യ വിഷം കൊടുത്തു. ആ വിഷം ഏറ്റ് ഷഹീദായി വഫാത്തായി മഹാനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 97 ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുജൻ, ജനിച്ചിട്ടുള്ളത് ഹിജ്റ 4 വർഷം ശഅബാൻ 5 മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹബീബ നബി പേരിട്ടു, അതും റസൂലുള്ളാഹിനെ പേരിട്ടത് ഹുസൈൻ. 57 വയസ്സിൽ ഗർബലയിൽ വഫാത്തായി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മറവ് ചെയ്യപ്പെട്ടതും ഗർബലയിൽ തന്നെയാണ്. അവിടുത്തെ മഖ്ബറ ലോക പ്രശസ്തമാകുന്നു.
ആയിരക്കണക്കായ വിശ്വാസികൾ ദിനേന വന്നു പോകുന്ന അതിപ്രധാനപ്പെട്ട മഖ്ബറയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകപ്രശസ്തമായ അതിപ്രധാനപ്പെട്ട മഖ്ബറയാണ് ഗർബലയിലെ സയ്യിദുനാ ഹുസൈൻ. അവിടുത്തെ ശിരസ് മദീനയെ കൊണ്ടുവന്ന് മറവ് ചെയ്യപ്പെട്ടു. ശിരസ് ജന്നത്തുൽ ബഖയിലാണെന്നും അല്ല ജന്നത്തുൽ ബഖയിൽ നിന്ന് വീണ്ടും ഗർബലയിലേക്ക് മടക്കിയിട്ടുണ്ടെന്നും അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതും ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് 6 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. അലിയുൽ അക്ബർ, അലിയുൽ ഔസത്ത്, അലിയുൽ അസ്ഗർ, അബ്ദുള്ള, മുഹമ്മദ്, ജഅഫർ. 3 പെൺകുട്ടികളുമുണ്ട്. ഒന്ന് സൈനബ്, ഒന്ന് ഫാത്തിമ, ഒന്ന് സക്കീന. ഇങ്ങനെ 3 പെൺകുട്ടികളും 6 ആൺകുട്ടികളുമുണ്ട്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നോക്കൂ, ഇനി ആ കൂട്ടത്തിൽ ഹുസൈനിയ കബീലയിൽ ഗർബലയിൽ മരണപ്പെട്ടു പോയ ആളുകൾ, മൊത്തം ഗർബലയിൽ മരണപ്പെട്ടു പോയ ആളുകളും ഗർബലയിൽ മരണപ്പെടാത്ത ആളുകളെയും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശ്രദ്ധിക്കാം. ഇവിടെ പരമ്പര വായിച്ചപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മകന്റെ പേര് അലിയുൽ അക്ബർ. ആ അലിയുൽ അക്ബർ ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. അലിയുൽ അസ്ഗർ അവരും ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. അലിയുൽ ഔസത്ത് എന്ന കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് സൈനുൽ ആബിദീൻ എന്നാണ്. റസൂൽ അവരെ കുറിച്ച് സൂചന പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അവരിലൂടെയാണ് ഈ പരമ്പര വരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പരമ്പര ആ ഭാഗത്തേക്ക് വരുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഗർബലയിൽ മരിച്ച ആളുകളെ ഒന്ന് സൂചിപ്പിക്കുക. സ്വാഭാവികമായി ഗർബലയിൽ മരിച്ചിട്ടുള്ളത് ഒന്ന് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഒന്ന് അലിയുൽ അക്ബർ, ഒന്ന് അലിയുൽ അസ്ഗർ, ഒന്ന് ഉബൈദുള്ള. ഈ 3 ആളുകളും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. അലിയുൽ അക്ബർ, അലിയുൽ അസ്ഗർ, ഉബൈദുള്ള, ഈ 3 ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളും ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ 3 ആളുകൾ ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബ്ദുള്ള, ഒന്ന് ഖാസിം, ഒന്ന് ഉമർ. ഈ 3 ആളുകളും ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു മൊത്തം മരിച്ചിട്ടില്ല. ഗർബലയിൽ മരിക്കാതെ രക്ഷപ്പെട്ട 2 ആളുകൾ ഹസൻ റളിയല്ലാഹുവിന്റെ മക്കൾ. ഒരു മകന്റെ പേര് ഹസനുൽ മുസന്ന, ഒരു മകന്റെ പേര് സെയ്ദ്. ഒരു മകന്റെ പേര് ഹസനുൽ മുസന്ന. ആ ഹസനുൽ മുസന്നയുടെ കബീലയിലാണ് അഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു. ശ്രദ്ധിക്കുക, പിഴക്കരുത്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. മഹാനായ അഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഹസനുൽ മുസന്നയുടെ കബീലയിലാണ്. അവർക്ക് മറ്റൊരു മകനുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു, സെയ്ദ്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഹസൻ അൻവർ. ഹസൻ അൻവറിന്റെ മകളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ശ്രദ്ധിക്കുക, അവരൊക്കെ നിലനിന്നിട്ടുള്ള പരമ്പരയാണ്. വളരെ ശ്രദ്ധിക്കുക. ഹിജ്റ 150 ഒന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നിത്യമായി ദുആ ചെയ്യിപ്പിച്ചിരുന്നത് നഫീസത്തുൽ മിസ്രിയെ കൊണ്ടാണ്. നഫീസത്തുൽ മിസ്രിയുടെ വാപ്പ ഹസൻ അൻവറാണ് റളിയല്ലാഹു അൻഹുമ. അവരുടെ വാപ്പ സെയ്ദാൻ റളിയല്ലാഹു അൻഹു. അവരുടെ വാപ്പ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ അൽ മുസന്നയുടെ ആ കബീലയിലാണ് മഹാനായ അഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വേറെയും ഭാര്യമാരിൽ മക്കളുണ്ട്. ഫാത്തിമ ബീവിക്ക് ശേഷം വിവാഹം ചെയ്തിട്ടുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ 4 മക്കൾ ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. അബ്ബാസ്, അബ്ദുള്ള, ജഅഫർ, ഉസ്മാൻ അവർ മരിച്ചിട്ടുണ്ട് ഗർബലയിൽ. അതേപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മകൻ അബ്ദുള്ള എന്ന കുട്ടി ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. ആ അബ്ദുള്ളയുടെ മക്കൾ ജഅഫർ, മുഹമ്മദ്, ഔന്, ഈ 3 ആളുകളും ഗർബലയിൽ മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ജഅഫർ. അങ്ങനെ മൊത്തം സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കം 18 ആളുകളാണ് അഹ്ലു ബൈത്തിൽ മരിച്ചിട്ടുള്ളത് ഗർബലയിൽ. ഇതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും അധികവുമായ ചരിത്രം. 17 എന്നും ഒരു അഭിപ്രായമുണ്ട്. അവര് ഹുസൈൻ ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ ഉമർ ഇതിലല്ല മരിച്ചത് എന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ ചില ആളുകൾ 17 ആണെന്നും 18 ആണെന്നും ഉള്ള അഭിപ്രായമുണ്ട്. അത്രേ ഗർബലയിൽ അഹ്ലു ബൈത്ത് മരിച്ചിട്ടുള്ളൂ. ഇനി ഗർബലയിൽ നിന്ന് രക്ഷപ്പെട്ട അഹ്ലു ബൈത്തിനെയാണ് പറയുന്നത്. ഗർബലയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഒന്ന് സയ്യിദുനാ അലിയുൽ ഔസത്ത്, സയ്യിദുനാ സൈനുൽ ആബിദീൻ. രോഗിയായിരുന്നു. ഗർബല നടക്കുമ്പോൾ 23 വയസ്സാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് ഒന്നുകൂടി പരാമർശിക്കും. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദുനാ മുഹമ്മദുൽ ബാഖിർ 4 വയസ്സായ കുട്ടിയാണ്. ആരുടെ മകൻ? സൈനുൽ ആബിദീന്റെ മകൻ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു 23 വയസ്സ്.
19-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ വിവാഹം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഒരു മകനുണ്ട്, അന്ന് മുഹമ്മദുൽ ബാഖർ റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ചും ഒരല്പം പരാമർശിക്കേണ്ടതാണ്, പിന്നീട് ആ ഭാഗത്തേക്ക് വരും. അതേപോലെ തന്നെ ഇതാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അള്ളാഹുവിന്റെ മകനും മകന്റെ മകനും. ഹുസൈൻ അള്ളാഹുവിന്റെ മകൻ സൈനുൽ ആബിദീനും മകന്റെ മകൻ മുഹമ്മദുൽ ബാഖറും ഗർബലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. തർക്കമേയില്ല ലോകത്ത്, തർക്കമേയില്ല ലോകത്ത്. ഈ വിഷയത്തിൽ ലോകത്ത് തർക്കം തന്നെ ഇല്ല. വളരെ ശ്രദ്ധിക്കണം. ഇനി ഹസൻ റളിയല്ലാഹുവിന്റെ മക്കളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഹസനുൽ മുസന്ന, ബഹുമാനപ്പെട്ടവര് സെയ്ദ് റളിയല്ലാഹുവിന്റെ ഗർബലയിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ വിഷയമില്ല. ഹസനുൽ മുസന്ന പങ്കെടുത്തിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവര് കുട്ടിയായതുകൊണ്ട് ആ കുട്ടി തളർന്നു വീണ കുട്ടിയെ ആരോ എടുത്തുകൊണ്ടുപോയി. പിന്നെ മാതാവിന്റെ കുടുംബം സംരക്ഷിച്ചു. ആ കുടുംബത്തിലാണ് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ഇവരാണ് ഗർബലയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹുസൈനി ഖബീല, ഇനി അതിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഹസനി ഖബീലയെ കുറിച്ച് ഇനി കാര്യമായി പരാമർശിക്കുകയില്ല. ഹുസൈനി ഖബീല എന്തുകൊണ്ട് മഹാനായ പാണക്കാട് സയ്യിദ് കുടുംബം ഏകദേശം കേരളത്തിലെ എല്ലാം ഇതുവരെ ലഭ്യമായ ചരിത്രമനുസരിച്ച് എല്ലാം ഹുസൈനി ഖബീലയിലായതുകൊണ്ട് ആ ഭാഗത്തൂടെ മാത്രമേ ഇനി ചർച്ച വരുന്നുള്ളൂ. ഹസനി ഖബീല ഇന്ത്യയിലുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവി അൽ ഹസനി, അവർ ഹസനി ഖബീലയാണ്, ഹുസൈനി അല്ല. ഇന്ത്യയിലുണ്ട്. കേരളത്തിലുള്ളതൊക്കെ ഹുസൈനി ഖബീലയാണ് എന്നാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അലിമിയാൻ ഹസനി ഖബീലയാണ്. അവരും ഈ അലി എന്നൊരു ബന്ധം അവർക്കൊക്കെ വല്ലാതെ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീട് വരാം. ഇനി സൈനുൽ ആബിദീനെ കുറിച്ച് പറയാം റളിയല്ലാഹു അൻഹു. അഥവാ സൈനുൽ ആബിദീൻ എന്നവർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 36-ാമത്തെ വല്യുപ്പയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 39-ാമത്തെ വല്യുപ്പയാണ് മുഹമ്മദ് നബി. ശ്രദ്ധിക്കുക, റസൂലുള്ളാഹിയുടെ 40-ാമത്തെ പേരക്കുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അവർ ഹബീബ റസൂലുള്ളാഹിയുടെ 40-ാമത്തെ പേരമക്കളാണ്. ശ്രദ്ധിക്കുക, അഥവാ അവരുടെ 39-ാമത്തെ പിതാമഹനാണ് സയ്യിദ്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഹബീബായ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബീല 39-ാമത്തെ പിതാമഹനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാമത്തെ പേരമകനാണ്, മക്കളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ കുടുംബം 40-ാമത്തെ പേരമക്കളാണ്. ഈ കുടുംബത്തിൽ 36-ാമത്തെ പിതാമഹനാണ് അലി സൈനുൽ ആബിദീൻ. അലി എന്നാണ് പേര്. സൈനുൽ ആബിദീൻ നാട്ടുകാർ കൊടുത്ത പേരാ. എന്തുകൊണ്ട്? വലിയ ആബിദായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹുസൈൻ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയും ആളുകളും കൂടെ മഹ്ശറിൽ വന്നു നിൽക്കുമ്പോൾ കോടി ജനങ്ങൾ മഹ്ശറിൽ എണീറ്റ് നിൽക്കുന്ന നേരത്ത് ഒരു വിളിയാളമുണ്ടാകും. ലിയഖും സയ്യിദുൽ ആബിദീൻ, അല്ലാഹുവെ ഇബാദത്ത് ചെയ്തവരുടെ നേതാവ് എണീറ്റ് വരൂ. അപ്പോൾ ആ കുട്ടിയാണ് എണീറ്റ് വരികയാണ്. ഹബീബ റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. എങ്ങനെ വലിയ പ്രാധാന്യം. 1000 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കും. എത്ര? 1000 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കും. 1000 റക്അത്ത് എല്ലാ ദിവസവും സുന്നത്ത് നിസ്കരിക്കാൻ. വല്യപ്പ, ഇവരുടെ വല്യപ്പ, ഇവരെ വല്യപ്പ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മളും ഇവർ ഒന്നല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പാണക്കാട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മുഹമ്മദ് അലി ശിഹാബും അനുജന്മാരും ആരാണ്, അവരെ മക്കൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്തെ നിങ്ങളെ കെട്ടേണ്ട കുറ്റി കെട്ടുക എന്നുള്ളതാണ് എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കിട്ടിയാൽ ഉമ്മത്ത് നാശമായി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു സൈനുൽ ആബിദീൻ. അതാണ് ഹബീബായ നബി പറഞ്ഞത്, ലിയഖും സയ്യിദുൽ ആബിദീൻ. അല്ലാഹുവെ ആരാധിച്ച ആളുകളുടെ നേതാക്കൾ നേതാവ് എണീറ്റ് നിൽക്കുമെന്ന്. മഹ്ശറിൽ വിളിയാളം ഉണ്ടാകുന്ന നേരം ഒരാൾ എണീറ്റ് നിൽക്കുമാര്, എന്റെ ഹുസൈന്റെ മകനായ സൈനുൽ ആബിദീൻ എണീറ്റ് നിൽക്കുമെന്ന് നേരത്തെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത് ഹിജ്റ 37-ലാണ്.
അഥവാ റസൂലുള്ളാഹിന്റെ ഗൈബിയായ വിജ്ഞാനാണ്. ശ്രദ്ധിക്കണം. മനസ്സിലാവില്ലേ പറഞ്ഞത്? ഈ കുട്ടി ജനിക്കുമ്പോൾ ഹബീബായ നബി ഭൂമുഖത്ത് ജീവനോടെ ഇല്ല. നേരത്തെ റസൂലുള്ളാഹിന്റെ ഗൈബിയായ ഇൽമാണ് ഈ പറഞ്ഞത്. എൻ്റെ ഹുസൈൻ ഒരു കുട്ടി ജനിക്കും, ആ കുട്ടി മഹാനായിരിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഹിജ്റ 37 ശഅബാൻ 5-നാണ് സൈനുൽ ആബിദീൻ മദീനയിൽ ജനിച്ചിട്ടുള്ളത്. ധാരാളം പേരുകളുണ്ട്. അവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അസ്-സയ്യിദ് എന്ന പേരാണ്. ഒരുപാട് പേരുകളുണ്ട്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് സയ്യിദ് എന്ന. വലിയ ആബിദായിരുന്നു, എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു. മനാഖിബ് ആല് ബൈത്ത് പറഞ്ഞിട്ടുള്ള നൂറുൽ അബ്സാറിൽ പറയുന്നുണ്ട്, നിസ്കരിക്കണ്ട, വുളു ചെയ്യാനിരുന്നാൽ പേടിച്ചിട്ട് പറക്കാൻ തുടങ്ങുന്നു. അപ്പൊ നിസ്കാരത്തിലെ വറ എന്റെ ഇരിക്കുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിനെ തീ പിടിച്ചിട്ട് മഹാറിഞ്ഞതയില്ല. നൂറുൽ അബ്സാറിൽ മനാഖിബ് ആല് ബൈത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും റഹ്മത്തുള്ളാഹിയുടെ വകയല്ല. ശ്രദ്ധിക്ക, മനസ്സിലാണ്ടോ പറഞ്ഞത്? നിസ്കരിക്കൊണ്ടിരിക്കുന്നതിനിടയില് പൊരക്ക് തീ പിടിച്ചു, അറിഞ്ഞതേ ഇല്ല. വുളു ചെയ്താൽ വറ തുടങ്ങും. നിസ്കാരം പിന്നെയല്ലേ. പടച്ചവനെ അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മഅഹും. പടച്ചവനെ അല്ലാഹുവേ, ആ മനുഷ്യന്മാരെ കൂടെ ഈ പാപികളായ ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ. അൽ മറു മഅ മൻ അഹബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പടച്ചവനെ, ഒരാൾ ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ പോവാൻ പടച്ചവനെ, ഈ റഹ്മത്തുള്ളയുടെ കൂടെ ഈ ഇരിക്കുന്നവരും പടച്ചവനെ ഇതിനു വേണ്ടിയിട്ട് പറയുന്നത് അല്ലാഹുവേ കബൂലാക്കണമേ തമ്പുരാനെ, അവരെ കൂടെ ഞങ്ങളെ ആക്കണമേ റബ്ബേ. വുളു ചെയ്താൽ വറ തുടങ്ങും. നിസ്കരിക്കുമ്പോഴൊന്നും ഇവരറിയയില്ല, തീ പിടിച്ചിട്ട് അറിഞ്ഞില്ല എന്ന്. ബഹുമാനപ്പെട്ടവരൻ മരണം ഹിജ്റ 73-ലാണ്. ഗർഭല നടക്കുന്നത് ഹിജ്റ 61-ലാണ്. ശ്രദ്ധിക്കുക, ചരിത്രം എല്ലായിടത്തും ഉണ്ട് ഈ താരീഖ്. ഇനി ആ വിഡ്ഢിത്തരം ആരും പറഞ്ഞു പോകരുത്. ഗർഭല നടക്കുന്നത് ഹിജ്റ 61-ലാണ്. ശ്രദ്ധിക്കുക, ഗർഭല നടക്കുന്നത് ഹിജ്റ 61-ലാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ വഫാത്താകുന്നത് ഹിജ്റ 73-ലാണ്. ശ്രദ്ധിക്കുക. ഒരിക്കൽ അമവി രാജാവ്, ഒരു സംഭവമുണ്ട്, ലോക പ്രശസ്ത സംഭവം, സാഹിത്യകാരന്മാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം. ഒരിക്കൽ അമവി രാജാവ് ഹിശാം ബിൻ അബ്ദുൽ മലിക് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് വന്നു. ഹജ്ജിന്റെ സമയം. പോലീസുകാർ കുറെ നിയന്ത്രിച്ചിട്ടും ഹജറുൽ അസ്വദ് മുത്താനുള്ള തൗഫീഖ് ഉണ്ടായില്ല. രാജാവിന് അക്കാലത്ത് മുടി ചൂടാമന്നാത്ത മന്നനായ ചക്രവർത്തിയാണ് ഹിശാം ബിൻ അബ്ദുൽ മലിക്. ഹിശാം ബിൻ അബ്ദുൽ മലിക്കിന് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരക്കൊഴിയാൻ വേണ്ടി രാജാവ് കുറച്ചിങ്ങനെ ഒന്ന് മാറി. പോലീസുകാർ നിയന്ത്രിച്ചിട്ടും ജനങ്ങൾ ഒതുങ്ങിയില്ല. ഹജ്ജിന്റെ സമയമല്ലേ, ഹജറുൽ അസ്വദ് മുത്താൻ കിട്ടിയില്ല. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഹറമിലൂടെ അങ്ങനെ മത്താഫിലേക്ക് ഇറങ്ങി വന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരാൾ ഇങ്ങനെ വന്നു. സുബ്ഹാനല്ലാഹ്, അയാൾ വരുന്നതോടുകൂടെ എല്ലാവരും മാറി, എല്ലാവരും നീങ്ങി. മത്താഫ് ഖാലിയായി. എല്ലാവരും ബഹുമാനപ്പെട്ടവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ വളരെ സൗകര്യത്തിൽ ഹജറുൽ അസ്വദ് മുത്തി. അപ്പോൾ രാജാവ് ചോദിച്ചു, രാജാവിനെ അറിയാം, എന്നാലൊരു ആശ്ചര്യത്തിൽ ചോദിച്ചു, മൻഹാദ, ആരപ്പി വന്ന ആള്? രാജാവ് ഒന്ന് അത്ഭുതത്തിൽ ചോദിച്ചതാ. അപ്പോഴത്തിന് നിമിഷകവി ഫറസ്ദഖ്, ലോകത്തെ നിമിഷകവി ഫറസ്ദഖ് രാജാവിന്റെ കൂടെ ഹജ്ജിനുണ്ട്. രാജകവിയാണ് ഫറസ്ദഖ്. രാജാവിനെ പരിചയപ്പെടുത്തി. لله كلهم هذا التقي النقي الطاهر العلم من معشر حبهم دين وبغلهم كفر وقربهم منجي ومعتصم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا. രാജാവിന് പറഞ്ഞു കൊടുത്തു ഫറസ്ദഖ്. ഇതാരാണ്? ഹദബിനു, ഇത് ഹദല്ലദീ തഅരിഫുൽ ബത്വഹ, ഈ മലഞ്ചരിവും ഈ താഴ്വാരങ്ങളും മുഴുവനും ഈ ചവിട്ടടി പോലും അറിയും. ഇതാണ് സൈനുൽ ആബിദീൻ. ഞാൻ വിശദീകരിക്കില്ല, വലിയ സമയം വേണം ഇതിനൊക്കെ. ഇതാരാ? ഇത് ഹദബിനു ഫാത്തിമത, ഇത് ഫാത്തിമ ബീവിയുടെ പേരൻ സൈനുൽ ആബിദീനാണ്. ഈ കുടുംബത്തെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഹദബിനു ഖൈറു ഇബാദില്ലാ ഹദ തഖയ്യുൻ മിൻ മഅശരിൻ ഹുബ്ബുഹും ദീനുൻ വബഗ്ളുഹും കുഫ്റുൻ. മഅശറിൽ ഇവരെ സ്നേഹിച്ചവർക്ക് അല്ലാഹുവിന്റെ നല്ല ജസ ലഭിക്കും. അല്ലാഹു തൗഫീഖ്
അവർക്ക് ദീനും നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഇവരെ നിഷേധിച്ചാലോ ആരെങ്കിലും ഇവരോ കോപിച്ചാലോ അത് കുഫറിന് കാരണമാകും. ആത്മാവിന്റെ വെളിച്ചം കെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ചുരുക്കത്തിൽ ഫറസ്ദഖ് പാട്ടുപാടി എന്നത് ഇതൊക്കെ ഗർബലയെല്ലാം കഴിഞ്ഞ് ഗർബല നടക്കുമ്പോൾ അമവി രാജാവ് യസീദാണ്. അതിന്റെ എത്രയോ കാലശേഷമാണ് ഈ സംഭവം. ഹിശാം ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് നിമിഷ കവിയായ ഫറസ്ദഖ് പാട്ടുപാടിയത് ലോകത്തെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ സുവിദിതമായി കിടക്കുന്ന ഒരു സംഗതിയുമാണിത്. വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ മകനാണ് അലി സൈനുൽ ആബിദീന്റെ മകനാണ് മുഹമ്മദുൽ ബാഖിർ. അലി സൈനുൽ ആബിദീന്റെ മകനാണ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി നേരത്തെ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഹിജ്റ 59 മുഹമ്മദുൽ ബാഖിർ മദീനയിൽ ജനിച്ചു. ഇദ്ദേഹത്തെ ഹബീബ റസൂലുള്ളാഹി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുൽ ബാഖിറിനെ കുറിച്ച് മുസ്തഫ നബി നേരത്തെ പറഞ്ഞു. ജാബിർ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. ജാബിർ ശ്രദ്ധിക്കണേ ഇനി ശ്രദ്ധിക്കണതാ. അതായത് ഫാത്തിമ ബീവിയുടെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുൽ ആബിദീന്റെ മകനാണ് ആര്? മുഹമ്മദുൽ ബാഖിർ. അഥവാ ബഹുമാനപ്പെട്ട ശിഹാബി കുടുംബത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ 35ാമത്തെ പിതാമഹൻ. 35 മുഹമ്മദുൽ ബാഖിർ, 36 സൈനുൽ ആബിദീൻ, 37 ഹുസൈൻ, 38 ഫാത്തിമ അലി, 39 ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 35ാമത്തെ പിതാമഹനാണ് മുഹമ്മദുൽ ബാഖിർ. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഹബീബ നബി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാബിറിനോട് പറയാം റളിയല്ലാഹു അൻഹു, ജാബിറെ എന്റെ ഹുസൈന്റെ മകനായ മകന്റെ മകൻ എന്ന ഒരാളുമായി നിനക്ക് ബന്ധപ്പെടാൻ കഴിയും. എന്റെ ഹുസൈന്റെ മകന്റെ മകനെ നിനക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞേക്കും. അതിന് അള്ളാഹു നിനക്ക് ആയുസ് തരും എന്ന് പറഞ്ഞു ജാബിറിനോട്. ജാബിർ പ്രധാനപ്പെട്ട സ്വഹാബി. ഇസ്മുഹു ഇസ്മി, ആ പേരമകന്റെ പേര് എന്റെ പേര് തന്നെ ആയിരിക്കും. മനസ്സിലായില്ല? റസൂലുള്ളാഹി കണ്ടിട്ടില്ല. അവരുടെ ജനം തന്നെ ഹിജ്റ 59 ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. എന്റെ ഹുസൈന്റെ മകന്റെ മകനെ നീ കണ്ടുമുട്ടും ജാബിറെ, അതിന് അള്ളാഹു നിനക്ക് ആയുസ് തരും. കണ്ടുമുട്ടിയാലോ ആ കുട്ടിയെ നീ കണ്ടാൽ എന്റെ സലാം ആ കുട്ടിക്ക് പറയണം. കാര്യമായ കുട്ടിയാ. ഇൽമിന്റെ കാര്യത്തിൽ വലിയ നേതാവായിരിക്കും, വലിയ മഹാനായിരിക്കും. എവിടെയും ചക്രവാള സീമകൾ മുഴുവനും വിജ്ഞാനം കടക്കുന്ന അത്ര വലിയ വിജ്ഞാനി ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഖിർ ആയിരുന്നു. എല്ലാ ദിവസവും റമളാൻ അല്ലാത്ത കാലത്ത് തന്നെ എല്ലാ ദിവസവും 4 ഖത്തം ഓടിയിരുന്നു മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. ഇവരുടെ 35ാമത്തെ വല്ലിപ്പ. 35ാമത്തെ വല്ലിപ്പയായ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു പകലിൽ 2 ഖത്തം, രാത്രി 2 ഖത്തം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണം. എന്താ? അവരുടെ വല്ലിപ്പയാണ് സയ്യിദുന അലി. കുതിരപ്പുറത്ത് കയറും, ഒരു ചവിട്ടിയിൽ ഇങ്ങനെ ചവിട്ടും, അടുത്ത ചവിട്ട് അപ്പുറത്ത് ചവിട്ടുമ്പോഴത്തിന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ, ഒരു വട്ടം ഖുർആൻ ഖത്തം തീർക്കും. ഇത് ഇഹ്യയിലുണ്ട്. ഇത് അബൂ ത്വാലിബിൽ മക്കി തങ്ങൾ തന്റെ ഖൂത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹിക്ക് തോന്നിയത് പറയല്ല. ഇത് മഹാന്മാരിരിക്കുന്നൊരു സദസ്സ, എന്തെങ്കിലും പറയേണ്ട സദസ്സല്ല. എന്ത്? കുതിരപ്പുറത്ത് കയറും സയ്യിദുന അലി, കുതിരപ്പുറത്ത് കയറും സയ്യിദുന. ഞാൻ എന്തിനാത് പറഞ്ഞെന്നറിയോ? മുഹമ്മദുൽ ബാഖിർ എന്ന ഇവരുടെ 35ാമത്തെ വല്ലിപ്പ പകലിൽ 2 ഖത്തവും രാത്രി 2 ഖത്തവും തീർക്കും. എന്നപ്പോൾ അത് അത്ഭുതപ്പെടേണ്ട. അവരുടെ വല്ലിപ്പ ഒരൊറ്റ ചവിട്ടിന് 1 ഖത്തം തീർക്കും. സയ്യിദുന അലി വലിയ കറാമത്തുള്ള ആളാണ്, ഭയങ്കര കറാമത്ത്. ഒട്ടകപ്പുറത്തെ ഇത് അബൂ ത്വാലിബിൽ മക്കി തങ്ങൾ തന്റെ ഖൂത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഖുർആനോടിയ ഹാഫിളീങ്ങളെ പരിചയപ്പെടുത്തിയിട്ട്, ഖുർആന്റെ കറാമത്തുള്ള മഹാന്മാരെ പരിചയപ്പെടുത്തിയിട്ട് ലോക പ്രശസ്ത തസവ്വുഫിന്റെ ഗ്രന്ഥമായ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ വകയല്ല. കുതിരപ്പുറത്ത് ഇങ്ങനെ കയറും, ഒരു ചവിട്ട് ഇങ്ങനെ ചവിട്ടും, ഇനി അടുത്ത ചവിട്ട് അപ്പുറത്ത് ചവിട്ടുമ്പോഴത്തിന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ ബിതദബ്ബുരി മആനീഹി, മഅന മുഴുവനും ആലോചിച്ചുകൊണ്ട് ഒരു വട്ടം ഖത്തം തീർക്കും ഖുർആൻ. ആര്? സയ്യിദുന അലി. ഒന്ന് ഉറക്കെ പറഞ്ഞോ, ആണ് പോവും അവരെ പിന്നാലെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുന അലി. നമ്മളും ഒരു പോലെയല്ല. നമ്മളെ പറ്റി പറഞ്ഞിട്ടുണ്ട്
ബഹുമാനപ്പെട്ട ഉമർ ഖാളി അയാ ഫാഖിറം ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബലു വഅസ്ലുകും മിൻ ഖബലു തിയം വനായരു വഅശാരി മുശാരി വമന്നാരു പറയരു വഖറപ്പാറു ചെട്ടിയാരു വനായാടി പാണരു. എടാ ഇയ്യും അഹ്ലു ബൈത്ത് ഒരുപോലെ. അഹ്ലു ബൈത്തിന്റെ വാപ്പ മുസ്തഫ നബിയ, അവരുടെ വല്ലിപ്പ സയ്യിദുനാ ഇബ്രാഹിം. നീട്ടുന്നില്ല. മുഹമ്മദ് അൽ ബാഖർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അവരുടെ വഫാത്ത് ഹിജ്റ 114 താൻ നിസ്കരിക്കാറുള്ള നീളം കുപ്പായത്തിൽ തന്നെ മറവ് ചെയ്യണമെന്ന് കണിശത പുലർത്തി. അങ്ങനെയാണ് മറവ് ചെയ്തിട്ടുള്ളത് ജന്നത്തുൽ ബഖീയിൽ. അല്ലാഹു അവരോട് കൂടെ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ മകനാണ് ജഅഫർ സാദിഖ് അഥവാ ശിഹാബ് കുടുംബത്തിന്റെ സയ്യിദ് മുഹമ്മദ് ശിഹാബിന്റെയും റഹ്മഹുള്ള അനുജന്മാരുടെയും 34ാമത്തെ വല്ലിപ്പ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഫിർദൗസിൽ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ, ജനം ഹിജ്റ 80 ജനിച്ചു. റബീഉൽ അവ്വൽ 14 ഹിജ്റ 80 റബീഉൽ അവ്വൽ 14 മദീനയിൽ ജനിച്ചു. വലിയ പണ്ഡിതനായിരുന്നു. മദ്ഹബിന്റെ ഇമാമുകളായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജഅഫർ സാദിഖിന്റെ ശിഷ്യന്മാരായിരുന്നു. ശ്രദ്ധിക്കുക, മറക്കരുത്, ചിന്തിക്കുക. 4000 ശിഷ്യന്മാരുണ്ടായിരുന്നു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ബഹറായ ഇൽമുള്ള 4000 ശിഷ്യന്മാർ, ബഹറായ വിജ്ഞാനമുള്ള 4000 ശിഷ്യന്മാർ. ഇവരുടെ 34ാമത്തെ വല്ലിപ്പക്കുണ്ടായിരുന്നു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ഇവരുടെ 34ാമത്തെ വല്ലിപ്പ പകലും രാത്രിയും ഈ രണ്ട് 4 ഖത്തം ദിവസം ഓടിയിരുന്നു. അഗ്രേസര പണ്ഡിതന്മാരായ 4000 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ശിഷ്യന്മാരാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ഒന്ന്, ബഹുമാനപ്പെട്ട കെമിസ്ട്രിയുടെ പിതാവായ ജാബിർ ബിൻ ഹയ്യാൻ റളിയല്ലാഹു അൻഹു. കെമിസ്ട്രിയുടെ കർത്താവ് ജാബിർ ബിൻ ഹയ്യാനാണ്. ജാബിർ ബിൻ ഹയ്യാൻ ജഅഫർ സാദിഖിന്റെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകളായ മാലിക് ഇമാം ജഅഫർ സാദിഖിന്റെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അൻ-നുഅ്മാൻ ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖിന്റെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. വിശദീകരിക്കുന്നില്ല. ഒരുപാട് മഹാന്മാരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ 80 ജനിച്ചു. 148 റജബ് 15 തിങ്കളാഴ്ച. റജബ്, ശഅബാൻ, റബീഉൽ അവ്വൽ ഇത് അഹ്ലു ബൈത്തിനോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാസവുമാണ്. റജബിലാണ് ബഹുമാനപ്പെട്ട ഉമർ ശിഹാബ് തങ്ങൾ വഫാത്തായത്. ശഅബാനിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വഫാത്തായത്. അല്ലാഹു തആല ഫിർദൗസിന്റെ വാതിൽ അവർക്കൊക്കെ തുറന്നു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അലിയുൽ ഉറൈളി റളിയല്ലാഹു അൻഹു. മദീനയിൽ ജനിച്ചു. ഹിജ്റ 210 മദീനയിൽ ജനിച്ചു. അലിയുൽ ഉറൈളി റളിയല്ലാഹു. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് 210 ജനന വർഷം തിട്ടമായി രേഖപ്പെടുത്തിയിട്ടില്ല. ജനന വർഷമല്ല 210, മരണവർഷമാണ്. ശ്രദ്ധിക്കുക, മരണവർഷം ഹിജ്റ 210, ജനന വർഷം കൃത്യമായി ചരിത്രരേഖയിൽ കാണുന്നില്ല. ബഗ്ദാദിലും ഹിജാസിലുമുള്ള ഭാര്യമാരിലായിട്ട് 9 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അവരുടെ മകനാണ് ഇനി അടുത്ത 33ാമത്തെ വല്ലിപ്പയാണ്. അവരുടെ മകൻ സയ്യിദ് മുഹമ്മദ് ജമാലുദ്ദീൻ 32ാമത്തെ വല്ലിപ്പയാണ്. അദ്ദേഹം വലിയ തെർബിയത്തുള്ള, പിതാവിന്റെ തെർബിയത്ത് വളരെ കൂടുതലുള്ള ആളായിരുന്നു. ബഹുമാനപ്പെട്ടവരാണ് ബസറയിലേക്ക് താമസമാക്കി. ശ്രദ്ധിക്കുക. മുഹമ്മദ് ജമാലുദ്ദീൻ എന്നവര് ബസറയിലേക്ക് താമസമാക്കി. അവർ വലിയ ഇറാഖികളുടെ ഇടയിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു. വലിയ മഹാനായിരുന്നു, വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ബഹുമാനപ്പെട്ടവർ വലിയ പണ്ഡിതനായിരുന്നു, ആരിഫായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് 8 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു മകനാണ് ബഹുമാനപ്പെട്ട അൽ ആരിഫു ബില്ലാഹ്, വലിയ ആരിഫായ, വലിയ സാഹിദായ ഈ ഈസ നഖീബ് റളിയല്ലാഹു അൻഹു. വലിയ പൊതുജന സേവകനായിരുന്നു ഈസ നഖീബ്. അതുകൊണ്ട് ജനങ്ങൾ കൊടുത്ത സ്ഥാനപ്പേരാണ് അൻ നഖീബ്, പൊതുജന സേവകൻ. ഈസ നഖീബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ സയ്യിദ് മുഹമ്മദ് ജമാലുദ്ദീൻ 32ാമത്തെ വല്ലിപ്പയാണ് മുഹമ്മദ് ജമാലുദ്ദീൻ. 31ാമത്തെ വല്ലിപ്പയാണ് ബഹുമാനപ്പെട്ട ഈസ നഖീബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ സൂഫിയായിരുന്നു, വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന് വിവിധ ഭാര്യമാരിലായിട്ട് 35 മക്കളുണ്ട്.
ബഹുമാനപ്പെട്ട മുഹമ്മദ് ഐസ നഖീബ് റളിയല്ലാഹു അൻഹുവിന് 35 മക്കളുണ്ട്. അവരും ബഹുമാനപ്പെട്ട ഒരു ബസറയിലാണ് ജനിച്ചിട്ടുള്ളത്. 35 മക്കളുണ്ട്. അതിൽപ്പെട്ട ഒരു മകനാണ് ഐസ നഖീബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ കൂട്ടത്തിലെ അതിപ്രധാനിയായ വലിയ ആരിഫായ വലിയ സാഹിദായ ഐസ നഖീബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മഹാനായ അൽ ആരിഫ് ബില്ലാഹ് മുഹമ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കേ, മുഹമ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം മദീനയിൽ നിന്ന് വന്നു. അലിൽ ഉറൈലി ബഹുമാനപ്പെട്ട ഐസ നഖീബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് അൽ ആരിഫ് ബില്ലാഹ് അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മുഹാജിർ എന്ന് പേര് കിട്ടാനുള്ള കാരണം അദ്ദേഹം ബസറയിൽ നിന്ന് അന്ന് മധ്യേഷ്യയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ബഹുമാനപ്പെട്ടവര് ഇറാഖ് വിട്ട് യമന്റെ തലസ്ഥാനമായ ഹളർമൗത്തിലേക്ക് പോന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഹാജിർ എന്ന് പേര് കിട്ടി. വലിയ ധനാഢ്യനായിരുന്നു, വലിയ ആരിഫായിരുന്നു, വലിയ സാഹിദായിരുന്നു, വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ബസറയിൽ നിന്ന് ഹളർമൗത്തിലേക്ക് വന്ന ഹളറമി അഹ്ലു ബൈത്തിന്റെ ആദ്യത്തെ പിതാമഹനാണ് അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു.